സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. കാൽവരി മലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. അണയുക ജനമേ വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിൽ എന്നെ കഴുകണമേ. തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിൽ എന്നെ കഴുകണമേ. നിന്മരക്കുരിശിൻ ചാരയെ ഞാനും നിന്നിഴൽ തേടിയണഞ്ഞിടുന്നു. അണയുക ജനമേ വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ സഹോദരരെ, ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ദിനം. യേശുവിന് സാക്ഷ്യം വഹിച്ച ധീരനായ രക്തസാക്ഷി. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി അനേകർ വന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നു. വിശുദ്ധൻ്റെ നടയിൽ വരുന്ന എല്ലാവരെയും പ്രത്യേക വിധത്തിൽ ഈ ബലിവേദിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. സഹോദരർ, ഈ ദിവരഹസ്യം തക്കതായ ഒരുക്കത്തോടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചേറ്റ് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ സമയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കനിയേണമേ, കനിയേണമേ. കർത്താവേ കനിയേണമേ, കനിയേണമേ, കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ
കനിയേണമേ കർത്താവേ കനിയേണമേ 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 കർത്താവേ കനിയേണമേ കനിയേണമേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവ്വശക്തനാം ദൈവമേ, പാദനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാതീവസൂനുവേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നേടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനായ ദൈവമേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിനെ തൻ്റെ പീഡാസനങ്ങൾ തരണം ചെയ്യുവാൻ അങ്ങ് പ്രാപ്തനാക്കിയല്ലോ. ഈ വിശുദ്ധൻ്റെ വിജയദിനം ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ സംരക്ഷണത്താൽ ശത്രുവിൻ്റെ കെണികളുടെ മേൽ അജേയരായി നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന.
വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. വത്സല സഹോദരരെ, നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ അസ്വസ്ഥരാവുകയും വേണ്ട. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഏവരോടും മറുപടി പറയാൻ സദാ സന്നിദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ച് പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ, അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. സർവഭയങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ മോചിപ്പിച്ചു. സർവഭയങ്ങളിലും നിന്ന് കർത്താവ് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. സർവഭയങ്ങളിലും നിന്ന് കർത്താവ് എന്നെ മോചിപ്പിച്ചു. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സർവഭയങ്ങളിലും നിന്ന് കർത്താവ് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. സർവഭയങ്ങളിലും നിന്ന് കർത്താവ് എന്നെ മോചിപ്പിച്ചു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സർവഭയങ്ങളിലും നിന്ന് കർത്താവ് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിൽ ഏറെ സ്നേഹം നിറഞ്ഞ സ്റ്റീഫനച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശ്വാസ സംരക്ഷണത്തിനായി
സ്വന്തം ജീവൻ നൽകിയ ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും ആദ്യമേ ആശംസിക്കുന്നു. സ്വന്തം ജീവൻ നൽകിക്കൊണ്ടുപോലും വിശ്വാസം സംരക്ഷിക്കുവാനായിട്ട്, വിശ്വാസം മുറുകെ പിടിക്കുവാനായിട്ട് ജീവിതത്തിൽ അവസാനം വരെ ധീരത കാട്ടിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഒരു പടയാളിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന അദ്ദേഹം കാലക്രമേണ കൊട്ടാര പടയാളികളുടെ ഗണത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് അവരോധിക്കപ്പെടുന്നുണ്ട്. ക്യാപ്റ്റനായതിനു ശേഷം അദ്ദേഹം ചെയ്തത് ക്രൈസ്തവ സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് നിരന്തരം സഹായിച്ചു കൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം ഒരു ക്രിസ്തു ശിഷ്യനാണ്. സെബസ്ത്യാനോസ് ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കിയ ഡയോക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ മരണശിക്ഷയ്ക്കായിട്ട് വിധിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലുകയാണ്. അമ്പെയ്ത് കൊല്ലുന്ന ഈ സമയത്തും തൻ്റെ അമ്പേറ്റ് കിടന്ന് പിടയുമ്പോഴും അദ്ദേഹം ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുണ്ടാവുക വിശ്വാസം മുറുകെ പിടിക്കുവാനായിട്ടാണ്. തൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ആ വിശ്വാസത്തെ ധീരതയോടുകൂടെ മുറുകെ പിടിക്കുവാനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചതും ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനായിട്ടാണ്. ഈ ധീര രക്തസാക്ഷിയായ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവൻ നൽകിപ്പോലും തൻ്റെ വിശ്വാസം സംരക്ഷിക്കുവാനായിട്ട് കാട്ടിയ ആ ധീര രക്തസാക്ഷിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ രക്തസാക്ഷി നമുക്കും നൽകുന്ന ഒരു പാഠമുണ്ട്. ധീരതയോടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനായിട്ടുള്ള ഒരു പാഠം. വിശ്വാസത്തിലായിരിക്കുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിൽ ആയിരിക്കുക എന്ന് പറയുന്നത്. മറിച്ച് വിശ്വാസത്തിന് സാക്ഷ്യം നൽകുക എന്ന് പറയുന്നതാണ് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഷ്കരമായ കാര്യം. ചിലപ്പോൾ വിശ്വാസം സാക്ഷ്യം നൽകുവാനായിട്ട് നമ്മുടെ ജീവൻ പോലും നൽകിയേക്കാം. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യം. രക്തസാക്ഷികളായവരും വിശുദ്ധരായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഓരോ വിശുദ്ധരും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. വിശ്വാസം സ്ഫുടം ചെയ്തെടുക്കുന്നത് ഓരോ പ്രതികൂലമായ സാഹചര്യത്തിലുമാണ്. അനുകൂലമായ സാഹചര്യത്തെക്കാൾ ഉപരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനായിട്ട്, വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് നാം ഒക്കെ പരിശ്രമിക്കുമ്പോൾ, നാം ഒക്കെ തയ്യാറാകുമ്പോഴാണ് നമ്മുടെയൊക്കെ വിശ്വാസവും സ്ഫുടം ചെയ്യപ്പെടുന്നത്. ഈ ഒരു വലിയ സത്യമാണ്, ഈ ഒരു വലിയ സന്ദേശമാണ് ഓരോ വിശുദ്ധൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അതിലേക്ക് ഉപരിയായിട്ട് രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും നമുക്ക് നൽകുന്ന മാതൃകയും. ക്രൈസ്തവ വിശ്വാസികളായ നാം ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചപ്പോൾ നമ്മെ ഏൽപ്പിക്കപ്പെട്ട 3 ദൗത്യങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ രാജകീയ പുരോഹിത പ്രവാചക ദൗത്യത്തിലെ അംഗങ്ങളാകുവാനായിട്ട്, ഈ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഉള്ള ഒരു വലിയ വിളിയാണ് ക്രിസ്തു ശിഷ്യനായിരിക്കുക, ക്രിസ്ത്യാനിയായിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാമോദീസായിലൂടെ നാം ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. ക്രിസ്തുവിൻ്റെ മിശിഹായുടെ രാജകീയ പുരോഹിത പ്രവാചക ദൗത്യത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ദൗത്യം മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക, എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുക, എൻ്റെ വാക്കുകൊണ്ട് സാക്ഷ്യം നൽകുക, എൻ്റെ പ്രവൃത്തി കൊണ്ട് സാക്ഷ്യം നൽകുന്നവരായി തീരുക എന്നുള്ളതാണ്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ഒക്കെ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ധീരതയോടെ വിശ്വാസം മുറുകെ പിടിച്ച വിശുദ്ധിയുടെ മാതൃക തന്ന ഈ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു ചോദ്യം നാമുമൊക്കെ നമ്മോട് ചോദിക്കണം. എന്തുകൊണ്ട് എനിക്കും ഒരു വിശുദ്ധനായിക്കൂടാ? എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു വിശുദ്ധനായിക്കൂടാ? നമ്മുടെയൊക്കെ ജീവിതം എന്തുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതാക്കി മാറ്റിക്കൂടാ? ഒരുപക്ഷെ നാമുമൊക്കെ
പറഞ്ഞു തീർക്കാറുണ്ട്, എൻ്റെ ജീവിതം എന്നും ദേവാലയത്തിൽ പോകുന്നതാണ്, എൻ്റെ ജീവിതം എന്നും ബലിയിൽ പങ്കെടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു തീർക്കാറുണ്ട്. എൻ്റെ ജീവിതം കൊണ്ട് ഈ സാക്ഷ്യം നൽകുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും എൻ്റെ അധരത്തിൽ നിന്ന് എൻ്റെ വിരൽത്തുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യം നാമൊക്കെ നമ്മോട് ചോദിച്ചു നോക്കണം. വിശുദ്ധനായി തീരുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണോ, ഏറ്റവും ദുഷ്കരമുള്ള ഒരു കാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും നാം ഓരോരുത്തരുമാണ്. എൻ്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കപ്പെടണമെങ്കിൽ എൻ്റെ ജീവിതം ഒരു പ്രഘോഷണമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നാമൊക്കെ മറന്നുപോകുന്ന, അല്ലെങ്കിൽ നാമൊക്കെ ഓർത്തെടുക്കേണ്ട ചില സംഭവങ്ങളുണ്ട്, നാമൊക്കെ ഓർത്തെടുക്കേണ്ട ചില വാസ്തവങ്ങളുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യം എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ സഹയാത്രികനായി തീരുവാനായിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് എൻ്റെ സഹോദരനെ നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എൻ്റെ സഹോദരനെ നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. എൻ്റെ സഹോദരനെ, എൻ്റെ അയൽക്കാരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുമൊക്കെ നയിക്കുവാനായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും വലിയ വിളിയുമാണ് നമ്മ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ചുറ്റും ഒത്തിരിയേറെ ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പാടുകളൊക്കെ കണ്ണു തുറന്ന് കാണുവാനും സഹോദരൻ്റെ ജീവിതത്തിൻ്റെ കാവൽക്കാരനായിട്ട് മാറുവാനുമായിട്ടുമൊക്കെ നാം ശ്രമിക്കുമ്പോൾ, നാം പരിശ്രമിച്ച് അതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ഒരു വിശുദ്ധിയുടെ ജീവിതമായിട്ട് മാറുന്നത്. വിശ്വാസത്തിന് സംരക്ഷണം നൽകുന്ന, വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു ജീവിതമായിട്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം മാറണമെങ്കിൽ എൻ്റെ സഹോദരൻ്റെ, എൻ്റെ അയൽക്കാരൻ്റെ കാവൽക്കാരനായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈയൊരു വലിയ പാഠമാണ് ഓരോ വിശുദ്ധരും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവിതവുമൊക്കെ നമ്മെ പഠിപ്പിച്ചു നൽകുന്നതും. വലിയ ദൗത്യം നാം ഏറ്റെടുത്ത ക്രിസ്തുവിൻ്റെ രാജകീയ പുരോഹിത പ്രവാചക ദൗത്യത്തിലെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നതും ഇതുതന്നെയാണ്. മറ്റുള്ളവൻ്റെ കാവൽക്കാരനാവുക, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നവരാകുക, പ്രകാശത്തിലേക്ക് നയിക്കുന്നവരാവുക, സത്യത്തിലേക്ക് നയിക്കുന്നവരാകുക, ജീവിതത്തിലേക്ക് നയിക്കുന്നവരാവുക. ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ നൽകുന്ന വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതം കൊണ്ട് വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാൻ, ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ദൈവത്തിന് ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും ഇടപെടുവാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിലും ദൈവത്തിന് ഇടപെടുവാനായിട്ട് സാധിക്കും. ഞാൻ വഴി മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവത്തിന് ഇടപെടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ, വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന്. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരരെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മുടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ പിതാവായ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും, രൂപതയെ നയിക്കുന്ന ജെയിംസ് മെത്രാനെയും, എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങയുടെ സ്നേഹത്തിൽ എന്നും നിലനിർത്തണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ അവരെ നിറച്ചനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രാഷ്ട്രത്തെ നയിക്കുന്ന ഓരോ അധികാരികൾ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുപരിപാലിക്കുവാനും സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായി ഭരണം നടത്തുവാനും ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും ഇവിടെ ഓടിയെത്തുന്ന ഓരോ തീർത്ഥാടകരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ സഹായം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥവും എപ്പോഴും ഉണ്ടാവണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം
ഈ വിശ്വാസ സത്യത്തിന് സാക്ഷ്യം നൽകുവാനും ധീരതയോടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ലവനായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും ഓർക്കുന്നു. ഏറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സ്നേഹിതർ മറ്റാരാലും ഓർക്കപ്പെടുവാനില്ലാത്ത എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. അണയുന്നു ഞങ്ങളും ബലിവേദിയിൽ, കാഴ്ചകൾ കൈകളിലേന്തി. അണയുന്നു ഞങ്ങളും ബലിവേദിയിൽ, കാഴ്ചകൾ കൈകളിലേന്തി. ദൈവമേ, നീ തന്ന ദാനങ്ങളോടൊപ്പം എന്നെയും പൂർണ്ണമായി നൽകാം. ദൈവമേ, നീ തന്ന ദാനങ്ങളോടൊപ്പം എന്നെയും പൂർണ്ണമായി നൽകാം. എന്നെയും പൂർണ്ണമായി നൽകാം. സ്വീകരിച്ചാശീർവദിക്കേണമേ, ഒരു കുഞ്ഞു പൈതലായി മാറ്റേണമേ. സ്വീകരിച്ചാശീർവദിക്കേണമേ, ഒരു കുഞ്ഞു പൈതലായി മാറ്റേണമേ. അണയുന്നു ഞങ്ങളും ബലിവേദിയിൽ, കാഴ്ചകൾ കൈകളിലേന്തി. അപ്പവും വീഞ്ഞും അഭിഷിക്ത കൈകളാൽ അർപ്പണം ചെയ്യുന്ന പുണ്യനിമിഷം. അപ്പവും വീഞ്ഞും അഭിഷിക്ത കൈകളാൽ അർപ്പണം ചെയ്യുന്ന പുണ്യനിമിഷം. ആത്മാവിനാലും വചനങ്ങളാലും നിൻ മാംസരക്തമായി മാറാം. ആത്മാവിനാലും വചനങ്ങളാലും നിൻ മാംസരക്തമായി മാറാം. കൃപയേകണേ കരുണാമയ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, രക്തസാക്ഷിസ്ത സെബസ്ത്യാനോസിൻ്റെ സ്മരണാഘോഷത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ അങ്ങേക്ക് സ്വീകാര്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധൻ ചൊരിഞ്ഞ രക്തം അങ്ങേ തിരുമുൻപിൽ അമൂല്യമായിരുന്നതുപോലെ ഈ കാണിക്കകളും അങ്ങേ മഹിമയ്ക്ക് പ്രീതികരമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ.
ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ് ചിന്തിയ രക്തം അങ്ങേ അത്ഭുതകൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തിയന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കട്ടെ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ
പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിടുന്ന അങ്ങയെ സഭ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യാ മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്ത്രയോസിനോടും വിശുദ്ധ സെബസ്ത്യാനസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധരായും ദൈവോദ്ദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയിയും ആക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.